മരിയൻ പ്രതിഷ്ഠ ധ്യാനം 30-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളൊന്നായി ഇന്ന് മാതാവ് വഴി യേശുവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വിഷയമാണ് യേശു സമഗ്ര വിമോചകൻ എന്നത്. അതേപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. തൻ്റെ പക്കൽ പ്രത്യാശ അർപ്പിച്ച് വന്നവരോടെല്ലാം യേശു പറഞ്ഞിരുന്ന ഒരു പൊതുവചനമാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ഉറപ്പാണ് എന്നത്രേ യേശു ഇതുവഴി പ്രഖ്യാപിച്ചത്. രക്ഷ എന്നതിനർത്ഥം മനുഷ്യന് ആവശ്യമായ സമഗ്ര വിമോചനം എന്നാണ്. 3 തരത്തിലുള്ള കൃപകളെ രക്ഷ എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കും. 1, പാപത്തിൽ നിന്നുള്ള മോചനം. 2, പാപഫലങ്ങളിൽ നിന്നുള്ള മോചനം. 3, പുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രാപ്തി. ഇതിലൊന്നാമത്തേത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അതുതന്നെ 3 അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 1, പഴയ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ. 2, വർത്തമാനകാലത്തിൽ പാപസാധ്യതകളുണ്ട്, അതിൽ നിന്നുള്ള മോചനം. 3, ഭാവിയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് പോലുമുള്ള മോചനം. അപ്പം ഈ യേശു നമ്മെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശു രക്ഷ തരുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം ഇതാണ്, പാപത്തിൽ നിന്നുള്ള മോചനം. രണ്ടാമത്തെ അർത്ഥം പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്. യേശു പറഞ്ഞ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയായിത്തീരും. എന്നാൽ പുത്രൻ, അതായത് യേശു, നമ്മെ സ്വതന്ത്രരാക്കിയാൽ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:34-36 കർത്താവ് വാക്കുകൾ അരുളി ചെയ്തിട്ടുണ്ട്. യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പാപത്തിന് രണ്ടാമത്തെ അനന്തരഫലം പിശാചിൻ്റെ ആധിപത്യമാണ്. യേശു ഒരു വ്യക്തിയെ രക്ഷിക്കുമ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ മൂന്നാമത്തേത് ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ്. യേശു വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തു നൽകുന്ന രക്ഷ അനുഭവിച്ചവർക്ക് ധാരാളം പ്രതികൂലങ്ങളും ദുഃഖത്തിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അവ അവരെ കീഴ്പ്പെടുത്തുകയില്ല. പ്രത്യേക അവർ അതിന് മുകളിൽ കയറി വിജയം വരിക്കും. അതേപ്പറ്റി ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:20, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാൻ 16:22 ഈശോ അരുളി ചെയ്തു, സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവൾക്ക് ദുഃഖമുണ്ടാകുന്നു, എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ വേദന പിന്നീട് ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ഇതുപോലെ നിങ്ങളും ഇപ്പോൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ 4-ാമത്തേത് ശാപശിക്ഷകളാണ്. ക്രിസ്തു ഒരാൾ രക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടും. ഗലാത്യ ലേഖനം 3:13, ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ 5-ാമത്തേത് കുടുംബ സംബന്ധമായ തകർച്ചകളാണ്. ഈശോ നൽകുന്ന രക്ഷ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 16:31, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും
നിന്റെ കുടുംബവും രക്ഷപ്പെടാം. പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ആറാമത്തേത് രോഗപീഠകൾക്കുള്ള സാധ്യതകളാണ്. ക്രിസ്തു വിശ്വസിക്കുന്നവരിലേക്ക് അവിടുത്തെ രക്ഷ കവിഞ്ഞൊഴുകുമ്പോൾ രോഗങ്ങൾ അത്ഭുതകരമായി വിട്ടുപോകുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്ക 6:19 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. എല്ലാ രോഗങ്ങളുടെയും മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അവിടുന്ന് അപ്പോസ്തലന്മാർക്ക് ഈ അധികാരം കൈമാറുന്നതായി ലൂക്ക 9:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ അടുത്ത 2 സ്വയോന്മുഖതയും ഭൗതിക വസ്തുക്കളോടുള്ള ആരാധന അഥവാ ഭൗതിക വസ്തുക്കൾക്കുള്ള അടിമത്തം എന്നിവയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2097 ഖണ്ഡികയിൽ പ്രകാരം പഠിപ്പിക്കുകയാണ്: ഏക ദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹ ആരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. അതായത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ ജീവിതം സമർപ്പിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്വയോന്മുഖത എന്ന വലിയ തിന്മ, എല്ലാ പാപത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഈ സ്വയോന്മുഖത അഥവാ അഹങ്കാരമാണ്. അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കുന്നു. അതോടൊപ്പം ഭൗതിക വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്ന ലോകത്തിൻ്റെ വിഗ്രഹാരാധന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടിമത്തത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. ചുരുക്കത്തിൽ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 420 ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്ന സംഭവിക്കുകയാണ്. അതിപ്രകാരമാണ്: പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അതായത് ആദിയിൽ ദൈവം മനുഷ്യൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ നിന്ന് സമഗ്രമായ മോചന ലക്ഷ്യം പ്രാപിക്കുന്ന വ്യക്തി ജീവിത സാക്ഷാത്കാരം നേടുന്ന വ്യക്തിയായി തീരും. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിത്തീരും. ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിചിന്തനം: യേശു സമഗ്ര വിമോചകൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18 കർത്താവ് നൽകുന്ന വിമോചനങ്ങളെപ്പറ്റി അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. യേശു അരുളി ചെയ്തു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെയും മോചനത്തിലേക്ക് നയിക്കാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആമുഖം: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം അവിടുത്തേക്ക് ജീവിതം പൂർണ്ണമായി അർപ്പിക്കുക എന്നാണ് എന്ന് മതബോധന ഗ്രന്ഥം 143 ഖണ്ഡിക പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് സമഗ്ര വിമോചനമാണ്. യേശു നൽകുന്ന വിമോചനത്തിൻ്റെ വിവിധ മേഖലകൾ നമുക്ക് പരിശോധിക്കാം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒന്നാമതായി യേശു നൽകുന്ന അനുഗ്രഹം പാപജീവിതത്തിൽ നിന്നുള്ള വിടുതലാണ്. വിശുദ്ധ പൗലോസ് പറയുന്ന ഇപ്രകാരമാണ്: യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ജനിക്കാൻ പോകുന്ന ദിവ്യശിശുവിനെ യേശു എന്ന് പേര് വിളിക്കേണ്ടതിൻ്റെ കാരണമായി യോസേപ്പ് പിതാവിനോട് ദൈവദൂതൻ പറഞ്ഞത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നാണ്. സ്വതന്ത്ര മനസ്സോടെ നാം ഉപേക്ഷിക്കുന്ന പാപങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക വിധമുള്ള ഒരു മോചനമാണ് യേശു തരുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 549 ഈ സത്യം അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഭൂമിയിലെ സർവ്വവിധ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് യേശു ക്രിസ്തു സമാഗതനായത്. പാപത്തിൻ്റെ ദാസ്യമാണ് മനുഷ്യരുടെ
ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവ്വവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ വലിച്ചിഴയ്ക്കുന്നതും. യേശു രക്ഷിക്കുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം ഇതാണ്: കുമ്പസാരം വഴി ലഭിക്കുന്ന പാപമോചനത്തിൽ നിലനിൽക്കുവാനും പറഞ്ഞുപേക്ഷിച്ച പാപത്തിലേക്ക് വീണ്ടും വീഴാതിരിക്കാനും സാധിക്കും. മരിയൻ സമർപ്പണം ഇതിനെ ഏറ്റവും സഹായിക്കുന്ന ഒരു ദിവ്യാനുഷ്ഠാനമാണ്. കാരണം മരിയൻ സമർപ്പണം വഴി നാം പൂർണ്ണമായി യേശുവിൻ്റേതായി തീരുകയും നമ്മുടേത് അല്ലാതായി മാറുകയും ചെയ്യും. പിശാചൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിടുതൽ. ഉത്ഭവപാപം മൂലവും വ്യക്തിപരമായ പാപം മൂലവും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നാം ആധിപത്യം നൽകുകയുണ്ടായി. 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. അതിനും പുറമെ സാത്താൻ ചിഹ്നങ്ങൾ ദേഹത്ത് പച്ചകുത്തുക, ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക, ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുക, ബ്ലാക്ക് മാസ് കാണുക, സാത്താൻ സിനിമ കാണുക, സാത്താൻ ചിഹ്നങ്ങൾ മറ്റു തരത്തിൽ ഉപയോഗിക്കുക, സാത്താൻ മ്യൂസിക് ശ്രവിക്കുക, ഓജോ ബോർഡ് കളിക്കുക, സാത്താനോട് പ്രാർത്ഥിക്കുക എന്നിവ വഴി മുൻകാലത്ത് ജീവിതം പിശാചിന് അടിയുറ വെച്ചിട്ടുണ്ടായേക്കാം. എങ്കിൽ പരിശുദ്ധ മറിയം വഴി യേശുവിന് ജീവിതം സമർപ്പിക്കുന്നതോടെ അധികാര കൈമാറ്റമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. യേശു അധികാരിയായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതോടെ പിശാച് ഗത്യന്തരമില്ലാതെ ഇറങ്ങിപ്പോകും. അനേകം പിശാചുക്കളാൽ പീഡിതനായിരുന്നത് മൂലം തന്നെത്തന്നെ മുറിപ്പെടുത്തുകയും ശവകുടീരങ്ങൾക്കിടയിൽ താമസിക്കുകയും ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്ന പിശാച് ബാധിതൻ യേശുവിനെ കണ്ടയുടൻ കീഴടങ്ങി എന്ന് മർക്കോസ് 5:1-16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പരിശുദ്ധ അമ്മയെയും അവന് വലിയ ഭയമായതിനാൽ മരിയൻ സമർപ്പണത്തോടെ പിശാചിൻ്റെ ഉപദ്രവം നിലയ്ക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം പിശാചിൻ്റെ ആക്രമണമാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. എല്ലാ പരാജയങ്ങളുടെയും കാരണക്കാരൻ പിശാചാണെന്ന തെറ്റിദ്ധാരണ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോട്ടാനും പിശാചിനെ ഒഴിപ്പിക്കുന്ന കാര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കാനും കാരണമാകും. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. മാത്രമല്ല പിശാചിന് ഉള്ളതിലേറെ സ്ഥാനവും അതുവഴി നാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൻ എന്നേക്കുമായി പരാജയപ്പെട്ട ശത്രുവാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന രക്ഷയിൽ ഉറച്ചു നിന്ന് അവനെ എതിർത്ത് പരാജയപ്പെടുത്തുവാനാണ് ഒരു ക്രിസ്ത്യാനിക്ക് കർത്താവ് അധികാരം തന്നിരിക്കുന്നത്. അടിമത്തങ്ങൾ എന്നുള്ള സ്വാതന്ത്ര്യം. മരിയൻ സമർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതം ഏറ്റെടുക്കുന്ന യേശു മുൻപ് നാം സ്വയം എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി സ്വതന്ത്രരാക്കും. ഉദാഹരണത്തിന് മദ്യത്തോടും ലഹരി വസ്തുക്കളോടുമുള്ള ചായ്വ് നീക്കം ചെയ്യപ്പെടും. വ്യർത്ഥവിനോദങ്ങളോടും വ്യർത്ഥഭാഷണങ്ങളോടും പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള കൃപ ലഭിക്കും. അശീല സന്തോഷങ്ങൾ അറപ്പും വെറുപ്പുമായി അനുഭവപ്പെടും. ചിലരോട് തോന്നുന്ന അനുചിതമായ വൈകാരിക അടുപ്പങ്ങളും മാറും. അങ്ങനെ എല്ലാ തർക്കദോഷങ്ങളും എന്നേക്കുമായി നമ്മെ വിട്ടുപോകും. ദുഃഖപിടകളിൽ നിന്നുള്ള മോചനം. ജീവിത ക്ലേശങ്ങൾ ഭൗമിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ക്ലേശങ്ങൾ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ഒരിക്കലും ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല. പ്രത്യുത ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിത്യജിച്ച് അനുദിനം നിന്റെ കുരിശെടുത്തിനെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ കൽപ്പന പാലിക്കാനുള്ള അവസരമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കും. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി തീരുമ്പോൾ നമ്മുടെ ദുഃഖമെല്ലാം സന്തോഷമായി തീരും. യോഹന്നാൻ 16:22 ഈശോ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണെന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് ശേഷം ദുഃഖകാരണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നല്ല ഇതിനർത്ഥം. പ്രത്യുത യേശുവുമായുള്ള ഐക്യമുളവാക്കുന്ന പരമാനന്ദത്താൽ അതുമൂലം ആ ദുഃഖങ്ങൾ പരിഗണനാർഹങ്ങളെ അല്ലാതായിത്തീരും. അവ നമ്മെ ഒരിക്കലും ദുഃഖത്തിൽ ആഴ്ത്തിക്കളയുകയില്ല. മാത്രമല്ല ദൈവഹിത പ്രകാരമല്ലാത്ത ദുഃഖമാണെങ്കിൽ പരിശുദ്ധ മറിയം കാനായിൽ എന്നവർ ഇടപെട്ട് അവ പരിഹരിക്കുകയും ചെയ്യും. സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. യേശു ജീവിതത്തിൻ്റെ കർത്താവാകുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള മോചനമാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നിരവധി മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന് മീതെ നടന്നു പോലും ശിഷ്യന്മാരുടെ തുണയ്ക്കെത്തിയ യേശു
നമ്മുടെ ജീവിതഭാരങ്ങളുടെ നടുവിലേക്ക് ഓടിയെത്തും. അതിനുള്ള സ്വാതന്ത്ര്യം യേശുവിന് ലഭ്യമാക്കാനാണ് നാം മരിയൻ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ സ്വാതന്ത്ര്യം പോലും കർത്താവിന് വിട്ടുകൊടുക്കുന്നത്. പരിശുദ്ധ മറിയത്തിനുള്ള സമർപ്പണത്തോടെ ഇവയിൽ നിന്നെല്ലാം നാം പൂർണ്ണമായി സ്വതന്ത്രരായിത്തീരും. ശാപഭയത്തിൽ നിന്നുള്ള മോചനം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ശാപഭയത്തിൽ നിന്ന് നാം മോചിതരാകും. ശാപഭയത്താൽ അനേകർ അസ്വസ്ഥരായി ഉഴലുന്നതിൻ്റെയും ശാപമുക്തി പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെയും കാരണം യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി യഥാർത്ഥത്തിൽ മാറ്റാത്തത് കൊണ്ടാണ്. കാരണം റോമ 8:1, ഗലാത്യ 3:13, റോമ 8:1 വചനം പറയുകയാണ്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ശിക്ഷാവധിയില്ല. അനേകർ ഇന്ന് അമിതമായി ഭയപ്പെടുന്ന ഒന്നാണ് പൂർവ്വശാപം. പൂർവികരുടെ ശാപത്തിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടുമെന്നാണ് ഈ അന്ധവിശ്വാസം. നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾക്കുള്ള ശിക്ഷ പോലും തൻ്റെ മരണത്തിലൂടെ യേശു നീക്കി സൗജന്യമായ പാപമോചനം നമുക്ക് തന്നു. പാപശിക്ഷകൾ നമ്മളെ മോചിപ്പിക്കാൻ അവൻ തയ്യാറായ സ്ഥിതിക്ക് നമ്മുടേതല്ലാത്ത മറ്റാരുടെയെങ്കിലും പാപം, അതിൻ്റെ ശിക്ഷയാണ് നമ്മുടെ മേൽ പതിക്കാൻ അവിടുന്ന് അനുവദിക്കുമോ? ഒരിക്കലുമില്ല. പൂർവികരുടെ ശാപമെന്ന ആശയം അടിസ്ഥാനരഹിതമാണെന്ന് പത്രോസ്ലീഹായുടെ വാക്കുകൾ വ്യക്തമാണ്. പത്രോസിൻ്റെ 1-2-24 അപ്പസ്തലൻ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. ആ സ്ഥിതിക്ക് പൂർവികരുടെ പാപം നമ്മുടെ മേൽ കർത്താവ് ചുമത്തുകയില്ല എന്ന് വ്യക്തമാണ്. പുറപ്പാട് 20-5-6 വാക്യം തെറ്റിദ്ധരിച്ചാണ് അനേകർ ശാപഭയത്തിൽ വിശ്വസിക്കുന്നത്. പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്ന വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് ഇതിന് കാരണം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൂർവികരിൽ നിന്ന് യാതൊരു ശാപവും നമ്മിലേക്ക് വരികയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം സ്പഷ്ടമായി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്ത എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർത്തിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. പുറപ്പാട് 20:5-6 വചനങ്ങൾ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കന്മാരുടെ പാപം മക്കൾക്ക് ദുർമാതൃകയാകും എന്നാണ്. മാതാപിതാക്കന്മാരുടെ ദുർമാതൃക മക്കളെ സ്വാധീനിക്കുകയും അതിൻ്റെ ഫലമായ മക്കൾ തിന്മയുടെ വഴിയെ ചരിക്കുകയും ചെയ്തേക്കാം. പൂർവ്വശാപം എന്ന തെറ്റിദ്ധാരണയ്ക്കെതിരായി ജെറമ്യാ പ്രവാചകനും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവചനം 31-29-30 വാക്യങ്ങൾ. ഓരോരുത്തരും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. ഓരോരുത്തരും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ച മുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 14-1 വാക്യത്തിൽ പൂർവ്വശാപഭയത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള മാർഗം ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം. രോഗത്തിൽ നിന്നുള്ള മോചനമാണ് യേശു നൽകുന്ന മറ്റൊരു വിടുതൽ. വരാനിരിക്കുന്ന മിശിഹ യേശു തന്നെയാണോ എന്ന് ചോദിക്കാൻ വന്ന സ്നാപകൻ്റെ ശിഷ്യരോട് യേശു പറഞ്ഞ മറുപടി, മുടന്തരും ചകിടരും തളർവാദക്കാരും സൗഖ്യം പ്രാപിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ്. സകലവിധ രോഗങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്നതാണ് അവിടുന്ന് സമഗ്ര വിമോചകനാണ് എന്നതിൻ്റെ ഒരു പ്രത്യേക അർത്ഥം. മത്തായി 4:23 നമ്മളിങ്ങനെ വായിക്കുകയാണ്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ലോകത്തോടുള്ള മൈത്രിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ലോകവസ്തുക്കളോടും ധനത്തോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള അമിതമായ മമതയിൽ നിന്നുള്ള മോചനമാണ് യേശു നൽകുന്ന മറ്റൊരു സ്വാതന്ത്ര്യം. ആദ്യ ശിഷ്യന്മാർ കടൽ തീരത്ത് വെച്ച് അപ്പോൾ പിടിച്ച 2 വഞ്ചി നിറയെയുള്ള മത്സ്യവും വലയും
സ്വപിതാവിനെ പോലും കടത്തിയെടുത്ത് ഉപേക്ഷിച്ച ശേഷം യേശുവിൻ്റെ പിന്നാലെ പോയതിന് കാരണം അവരനുഭവിച്ച ഈ രക്ഷയാണ്, സ്വാതന്ത്ര്യമാണ്. അവരെപ്പോലെ സർവ്വതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച അവർ എത്രയോ അധികം പിന്നീടുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ സ്വത്തായ സ്വജീവൻ തന്നെ യേശുവിന് വേണ്ടി ഉപേക്ഷിച്ച് ലക്ഷോപലക്ഷം രക്തസാക്ഷികളെ എങ്ങനെ നാം വിസ്മരിക്കും? നിത്യ മരണത്തിൽ നിന്നുള്ള മോചനം. സർവോപരി സമഗ്ര വിമോചകനായ യേശു നൽകുന്ന സ്വാതന്ത്ര്യം നിത്യ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മരണാനന്തരമുള്ള ജീവിതത്തെപ്പറ്റി സാമാന്യ പ്രതീക്ഷ എല്ലാ മതവിശ്വാസികൾക്കും ഉണ്ടെങ്കിലും യേശു കർത്താവാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് നിത്യാനന്ദ ജീവിതം നിത്യാനന്ദ ജീവിതത്തെപ്പറ്റി ഉറപ്പുള്ളത്. അതിനാൽ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ എഴുതി, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിൽ ആണ്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. കുടുംബത്തിൻ്റെ രക്ഷ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തി 16:31. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നതാണ് സത്യം. തക്ക ഒരുക്കത്തോടെ ഈ മരിയൻ പ്രതീക്ഷ നടത്തി യേശുവിൽ കേന്ദ്രമാക്കിയ ജീവിതം നയിക്കാൻ തുടങ്ങുന്നതോടെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ കുടുംബം മുഴുവനിലും സംഭവിക്കുന്നതായി അനേകം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് മറക്കാനാവുകയില്ല. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠ ഒരുക്കം അഥവാ ധ്യാനം നടത്തുന്നതിൻ്റെ ഫലം കുടുംബാംഗങ്ങൾ എല്ലാവരിലേക്കും ക്രിസ്തുനാഥൻ തരുന്ന രക്ഷയ കവിഞ്ഞൊഴുകും എന്നുള്ളത് ഒരു സത്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം. യഥാർത്ഥ മരിയഭക്തി 50-ാമത്തെ ഖണ്ഡികയിൽ നിന്ന്. ക്രിസ്തു തൻ്റെ പ്രഥമ ആഗമനത്തിന് ഒരു മാർഗം സ്വീകരിച്ചു. അതാണ് പരിശുദ്ധ മറിയം. അവിടുത്തെ രണ്ടാം ആഗമനത്തിനും അതേ മാർഗമായിരിക്കും അവിടുന്ന് സ്വീകരിക്കുക. പക്ഷേ അത് മറ്റൊരു ഭാവത്തിലാണെന്ന് മാത്രം. ക്രിസ്തുവിനെ സമീപിക്കാനും അവിടുത്തെ പൂർണ്ണമായി കണ്ടെത്താനുമുള്ള സുനിശ്ചിതവും പരിശുദ്ധവും സുഗമവും ഋജുവുമായ മാർഗമാണ് മറിയം. വിശുദ്ധിയിൽ വളരേണ്ടവർ അവൾ വഴി വേണം ക്രിസ്തുവിനെ സമീപിക്കാൻ. മറിയത്തെ കണ്ടെത്തുന്നവർ ജീവൻ കണ്ടെത്തുന്നു. അതെ, വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിനെ കണ്ടെത്തുന്നു. പക്ഷേ മറിയത്തെ അന്വേഷിക്കാതെ കണ്ടെത്തുക സാധ്യമല്ല. എന്നാൽ അറിയപ്പെടാത്തവയെ ആരും അന്വേഷിക്കാറില്ലല്ലോ. കാരണം ആരും അറിയാത്ത ഒന്നിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാത്ത ഒന്നിനെ തേടി പുറപ്പെടുകയോ ചെയ്യാറില്ല. ആകയാൽ പരിശുദ്ധ ത്രിത്വം കൂടുതൽ അറിയപ്പെടാനും മഹത്വപ്പെടാനും മറിയം പൂർവാധികം അറിയപ്പെടണം. ബൈബിൾ വായന. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 24 വരെ വാക്യങ്ങൾ. അപ്പോൾ യേശു പറഞ്ഞു, പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രസ്തുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പ്രാർത്ഥന. സമഗ്രമോചകനായ എൻ്റെ യേശുവേ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുന്ന എന്നെ അങ്ങ് രക്ഷിക്കണമേ. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്തതായ എൻ്റെ പാപസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പാപസന്തോഷങ്ങൾ ആഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത വിധം രക്ഷയുടെ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലഹരി വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് നിത്യമായി എന്നെ വിടുവിക്കണമേ.
സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ലോകകാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയെ അറിയാനുള്ള അതിയായ ആഗ്രഹത്തിലേക്ക് എന്നെ വളർത്തണമേ. സാത്താൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വന്ന അവിടുന്ന് എന്നിലുള്ള പൈശാചിക ആധിപത്യം തകർക്കണമേ. ജീവിത പ്രതിസന്ധികളിൽ നിന്നും എന്നെ ദുഃഖത്തിൽ ആഴ്ത്താതിരിക്കും വിധം അങ്ങയുടെ സമാധാനം എന്നിൽ നിറയ്ക്കണമേ. എന്നെ സുഖപ്പെടുത്തേണ്ടതിന് ക്ഷതമേറ്റ യേശുവേ, അങ്ങേ മുറിവിനാൽ എൻ്റെ സകല രോഗവ്യാധികളും നീക്കം ചെയ്യണമേ. എനിക്ക് ലഭിച്ചിരിക്കുന്ന വരപ്രസാദ ജീവൻ ജീവിതകാലം മുഴുവനും നിലനിർത്താനും അവസാനം നിത്യജീവൻ പ്രാപിക്കാനും എനിക്ക് കൃപയേകണമേ. പരിശുദ്ധ മറിയമേ, എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കി മാറ്റി യേശു നൽകിയ രക്ഷ എന്നിൽ പൂർണ്ണമായി ഫലമണിയുവാൻ അമ്മ മധ്യസ്ഥത വഹിക്കണമേ. ആമേൻ. സൽകൃത്യം. ജീവിതക്ലേശങ്ങളാൽ വലയുന്ന ഒരാളെ സന്ദർശിച്ച് പ്രത്യാശ നൽകുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്ര താരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകെ,
ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവ്വം അങ്ങെന്നെ അനുവദിക്കണമേ. എന്തെന്നാൽ പരിശുദ്ധമായ അടിമത്തമെന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയെത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപം ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലായിടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കാനും മറിയം എനിക്ക് അത്യാവശ്യമെത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകൾ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടുകൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനുള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടണമേ. അതിനെ പരിപാലിച്ചു വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമാർന്ന വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശക്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്താൻ അവിടത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. യേശുനാമ ലുത്തീനിയ. കർത്താവെ കരുണ തോന്നണമേ. കർത്താവെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ലോകരക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏകദൈവമായ പരിശുദ്ധ
പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പിതാവിന്റെ തേജസ്സായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യപ്രകാശത്തിന്റെ തെളിമയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നീതി സൂര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകാമറിയത്തിന്റെ പ്രിയസൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ആരാധ്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശക്തനായ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സതുപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ക്ഷമയുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവദാതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ആത്മാക്കളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ അഭയകേന്ദ്രമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാവങ്ങളുടെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വിശ്വാസികളുടെ നിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നല്ലിടയനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. യഥാർത്ഥ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അനന്ത നന്മയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവനും മാർഗവുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സുവിശേഷകന്മാരുടെ അധ്യാപകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രക്തസാക്ഷികളുടെ ധൈര്യമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വേദപാരംഗതരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകളുടെ ശുദ്ധയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സകല വിശുദ്ധരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഓ കരുണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഓ ഈശോയെ, കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല തിന്മകളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല പാപങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ക്രോധത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ജഡമോഹങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. നിത്യമരണത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പ്രചോദനങ്ങളെ നിരാകരിക്കുന്നതിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജനനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശൈശവത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൈവിക ജീവിതത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വേദനകളിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സംസ്കാരത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ സ്ഥാപനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സകല ആനന്ദത്തിലൂടെയും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ തോന്നി ഞങ്ങളുടെ അർത്ഥനകൾ സ്വീകരിക്കണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ഈശോയെ, ചോദിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹമെന്ന ദാനം നൽകിയാലും അങ്ങനെ സകല പ്രവൃത്തികളിലും വാക്കുകളിലും ഒരിക്കലും അവസാനിക്കാതെ നിത്യതയോളം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമത്തോടുള്ള നിത്യമായ സ്നേഹവും ഭയവും ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയുടെ സ്നേഹവും നിലനിൽക്കുന്നതുവരെ നയിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒരിക്കലും അവിടുന്ന് വീഴ്ച വരുത്തുന്നില്ല. നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ നാമത്തിൽ ആമേൻ.